ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു വിഭവം കൂടെയാണ്. അപ്പോൾ നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി അത് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി വെച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ കുറച്ച് സമയം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മാവ് നല്ല ടൈറ്റിലും പാടില്ല, അതുപോലെ തന്നെ നല്ല ലൂസിലും പാടില്ല. അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ അത് വേണ്ടത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമ്മുടെ സവോള ഇവിടെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങ ചിരവിയത് സ്കിപ്പ് ചെയ്തിട്ടോ. ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. ഇനി ഒരു മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ തേങ്ങ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു മിക്സ് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിലേക്ക് ഒരു 1.5 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് ഒരു ഭാഗം കുക്കായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മൊരിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 4 എണ്ണമാണ് ഇതുപോലെ ചുട്ടെടുത്തിട്ടുള്ളത്. ഇനി ഒരു 2 എണ്ണം കൂടെ തയ്യാറാക്കി എടുക്കാനുള്ള മാവും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്